ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണു സാറോ? ഡ്രൈവർ വണ്ടി ഓടിച്ചാൽ മതി, ഡോറ് തുറന്നാറണ്ട. ഓക്കെ മാഡം, ഇനി മുതൽ അങ്ങനെ തന്നെ ആയിരിക്കും. വാതിൽ എന്താണ് മാഡം പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണേ? അല്ല, ഇതെപ്പോ സംഭവിച്ചു? ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ജില്ല ഭരിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റൂടെ കളക്ടർ വരെ അറിഞ്ഞില്ല. പിന്നെയാണ് അവിടുത്തെ സ്റ്റാഫ് അറിയാൻ പോലെ. ഓ, അങ്ങനെയാണോ? പിന്നല്ലാതെ. അതേ, എനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും പിടിയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായ. എന്നാലും വിഷ്ണു സാറേ, ഒരു സൂചന പോലും ആരും തന്നില്ലല്ലോ. ഏയ്, അതൊരു രഹസ്യമായിട്ടുള്ള നീക്കായിരുന്നല്ലോ, ഒരു അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള കളി. കളക്ടർ അറിഞ്ഞാലേ വല്ല ഉടക്കും വരുന്നോർത്ത് കളക്ടറുടെ പേഴ്സണൽ സെക്രട്ടറി പോലും അറിയിക്കാത്ത ഒരു കളി. ഇപ്പൊ മനസ്സിലായ? അതിന്റെ ഒരു ഗർവിലാണ് അനുമേടത്തിന്റെ മേടഭാഗത്തേക്ക് പോയത്, കണ്ടില്ലേ? എന്നാലും സാറേ. അയ്യോ, ചതിക്കരുത്. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്യൂട്ടി സമയത്ത് നോ ഹസ്ബൻഡ് നോ കുടുംബം എന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സാറ് വിളി വേണ്ട കേട്ടാ. ഓൺലി ഡ്രൈവർ. അതാവുമ്പോ കേൾക്കാൻ ഒരു സുഖമുണ്ട്. നമ്മുടെ അടുത്ത സ്ഥാനം ഓർമ്മ വരുമല്ലോ. എന്താ ചെയ്യാ? അല്ല, എന്നാലും ഇവിടെ എന്ത് മാജിക്കാ ഉപയോഗിച്ചേ? സംഗതി സിമ്പിൾ അല്ലേ കുട്ടി. എന്റെ പേരെന്താ? വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞ ആരാ? സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യ തേജസ് അല്ലേ? അപ്പൊ പിന്നെ തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടാവില്ലേ? ഇപ്പത്തെ കളക്ടറേറ്റിലും ഉണ്ടായിരുന്നു കരുതിയാ മതി. പിന്നെ ഈ ആദ്യ ദിവസമായോണ്ടേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും വശമില്ലാത്തോണ്ട് ചോദിക്കുക. ഇവിടെ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണോ? അല്ല, അതായത് വല്ല ചായ വാങ്ങിച്ചു കൊടുക്കേ, അല്ലാതെ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണോ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. അയ്യോ, ഒന്നും വേണ്ടായേ. മാഡം വിളിക്കുമ്പോ ഞാൻ വിളിക്കാം. അപ്പൊ കൃത്യമായിട്ട് വണ്ടി കൊണ്ടുവന്ന് ഈ ഫ്രണ്ടിലിടണം. മാഡത്തിന് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഇടം കൊടുക്കരുത്. അതൊക്കെ. പിന്നെ എന്നെ വഴക്കും കേൾപ്പിക്കരുത്. അത് പറ്റൂ. എന്ന് വെച്ചാ വഴക്ക് കേൾപ്പിക്കില്ലെന്ന്. അയ്യോ, ഫോൺ. മാഡം വിളിക്കുന്നേ. ഹലോ മാഡം. അനു, പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വരൂ. ഇതാ വരുന്നു. ദൈവത്തിനറിയാൻ എന്തൊക്കെ ഇവിടെ നടക്കുന്നു.